വെൽക്കം ബാക്ക് ടു ഓൾ. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്ത് സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ എങ്ങനെ എസ്റ്റിമേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ സെക്ഷനിലെ അവസാനത്തെ വീഡിയോ ക്ലാസ് ആണിത്. അപ്പം ഈ സെൻട്രൽ ലൈൻ മെത്തേഡിൽ നമ്മൾ കുറേ ക്വാണ്ടിറ്റികൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിലിനി പ്ലാസ്റ്ററിങ് എന്ന ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ടാബ്ലാർ കോളം ചെയ്യുക, വരയ്ക്കുക. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്ററിങ് എന്ന് എഴുതുക അല്ലേ. പ്ലാസ്റ്ററിങ് സിമെൻറ്റ് മോർട്ടാർ ഉപയോഗിച്ചാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അതിൻ്റെ അനുപാതം 1:4 എന്ന റേഷ്യോ ആണ്. 12 mm കനത്തിലാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഇൻസൈഡ് പോർഷനിലാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യം എന്ത് എഴുതുക, ഇൻസൈഡ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഇൻസൈഡിൽ പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, ലിവിങ് റൂം ഉണ്ട് അല്ലേ. ലിവിങ് റൂമിൻ്റെ സൈസ് 400 × 500 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ 4 മീറ്റർ, 4 ആണ് അല്ലേ. ഇങ്ങനെ 4 മീറ്റർ ആണ്, ഇങ്ങനെ 5 മീറ്റർ ആണ്, 4 5. അപ്പം 5 5 10, 14 18. ടോട്ടൽ ചുറ്റളവ്, ചുറ്റുള്ള അളവാണ് എടുക്കേണ്ടത്. അത് 18 എന്ന് കിട്ടും. അതവിടെ എഴുതി. ഉയരം എല്ലാത്തിലും സെയിം ആണ്. ഉയരം ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ കേസിൽ 3 മീറ്റർ ആണ് ഉയരം. ഓക്കെ, അതെല്ലായിടത്തും സെയിം ആണ്. ബാക്കി ഇത് മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. അത് നമുക്ക് പറയാം. ഇനി അടുത്തത് ലിവിങ് റൂം കഴിഞ്ഞാൽ നമുക്കുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈസ് 400 × 300 ആണ് അല്ലേ. അപ്പോൾ ചുറ്റളവ് എടുക്കുമ്പോൾ എത്ര വരും, 4 + 3 + 4 അല്ലേ. അപ്പോൾ 4 4 8, 8 6 14. സോ അവിടെ എന്ത് എഴുതാം, 8 6 14 അല്ലേ. അപ്പോൾ ഇവിടെ 14 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കിച്ചൺ ആണുള്ളത്. കിച്ചണ് ഇതാണ് അല്ലേ കിച്ചൺ. അതിൻ്റെ സൈസ് 260 × 180 ആണ്. അപ്പം അതിൻ്റെ ചുറ്റളവ് എങ്ങനെ കിട്ടും, 2.6 + 1.8 + 2.6 + 1.8. ടോട്ടൽ എത്ര കിട്ടും, 8.8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഉയരം 3 മീറ്റർ തന്നെ. ഇനി അടുത്ത് ടോയ്ലറ്റ് ആണ് ഉള്ളത്. ടോയ്ലറ്റിൻ്റെ സൈസ് 120 × 180 ആണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്ര കിട്ടും, 1.2 + 1.8 + 1.2 + 1.8. ടോട്ടൽ എത്ര വരും, ടോയ്ലറ്റിൻ്റെ 6 എന്ന് വരും അല്ലേ. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ബെഡ്റൂമും കഴിഞ്ഞു, കിച്ചണും കഴിഞ്ഞു, ടോയ്ലറ്റ് കഴിഞ്ഞു, ലിവിങ് റൂമുണ്ട് കഴിഞ്ഞു. ഇനി ഇതിൽ ഏത് ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഒരു ഷെൽഫിൻ്റെ പോർഷനും ചെയ്യണ്ടേ, അവിടെയും പ്ലാസ്റ്റർ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ചുറ്റളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 0.4 + 0.4 പിന്നെ അതിൻ്റെ കനം 0.1. അപ്പോൾ ടോട്ടൽ ചുറ്റളവ് എത്ര കിട്ടും, 0.9 എന്ന് കിട്ടും. അത് അതേപോലെ എഴുതി. ഓക്കെ, ഇത് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഈ പോർഷൻ. അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പം 143.1 m² കിട്ടും. ഇനി നമ്മൾ ഔട്ട്സൈഡ് പ്ലാസ്റ്റർ ചെയ്യുക, പുറത്തെ ഭാഗം പ്ലാസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഇതാണ് പുറമേയുള്ള ഭാഗം, ടോട്ടൽ ചുറ്റളവ്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 8.7 മീറ്റർ ആണ്. ഇവിടെ മുതൽ ഇതുവരെ 5.5. അപ്പോൾ 8.7 + 5.5 + 8.7 + 5.5 അതാണ് അവിടെ ചുറ്റളവ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ 8.7 എന്ന് വരുന്നത് ഈ പ്ലിന്തൂടെ ചേർന്നിട്ടാണ് കേട്ടോ. ആ പ്ലിന്തിൻ്റെ ഭാഗം നമുക്ക് എടുക്കണ്ട. നോക്കൂ, ഇത് മുതൽ 420 420 ഏകദേശം 840 കിട്ടും. 8.4 ആണ് വേണ്ടത് കേട്ടോ. ഈ 870 എന്ന് പറയുന്ന ഈ പ്ലിന്തിൻ്റെ ഈ ഭാഗം കൂടെ ചേർന്നാണ്. അത് നമുക്ക് വേണ്ട, അവിടെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ അപ്പം 8.4 + അപ്പോൾ ഇവിടെ എത്ര വരും, 320 200 എത്ര വരും, 520 വരും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എത്ര വരും, 5.4 വരും. ഓക്കെ, അത് ടോട്ടൽ കൂട്ടുമ്പോൾ 28 ആണ് നമുക്ക് ചുറ്റളവ് കിട്ടുന്നത്. ഉയരം 3 മീറ്റർ തന്നെയാണ്. അത് അതേപോലെ തന്നെ എഴുതാം. ഇനി പാരപ്പറ്റാണ് എടുക്കുക. പാരപ്പറ്റിന് ഫ്രണ്ടിലും ബാക്കിലും വോളുണ്ട് അല്ലേ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ പാരപ്പറ്റ് കൊടുക്കുന്നത് നോക്കൂ, ഈ ടോട്ടൽ 8.7 ആണ് അല്ലേ. അതിൻ്റെ 8.6 ഭാഗമാണ് നമ്മൾ ഇവിടുത്തെ പാരപ്പറ്റ് വോള്. അതേപോലെ ഇവിടെ 8.6. അതുകൊണ്ടാണ് അവിടെ
8.6 എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ഉയരം കൊടുത്തിട്ടുണ്ട്. 1.2 മീറ്ററാണ് അതിൻ്റെ ഉയരം കൊടുത്തിട്ടുള്ളത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഒരു സ്ഥലത്ത് 60 സെൻറ്റിമീറ്റർ, 60ഉം 60ഉം 120, അങ്ങനെയാണ് 120 വന്നിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ ഈ പോർഷനിൽ എത്രയാണ്? സൈഡിലെ പോർഷനിൽ നമ്മൾ കൊടുക്കുന്നത് 5 മീറ്ററാണ് അല്ലേ. അതാണ് ഈ 5 എന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഹൈറ്റിന് പിന്നെ വ്യത്യാസമില്ല, പാരപ്പറ്റ് വാളിൻ്റെ അത് അതേപോലെ തന്നെ എഴുതി. അപ്പോൾ പാരപ്പറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള വോളും കഴിഞ്ഞു, പിന്നെ സൈഡ് വോളും കഴിഞ്ഞു. അതിൽ ഡൗട്ടില്ലല്ലോ, ഒന്നുകൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം ഞാനത്. 8.6 ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഉയരം എങ്ങനെയാണ് 120 എന്ന് അറിയാലോ. പിന്നെ 5 ആണ് ഈ സൈഡ് വാൾ വരുന്നത്, 5 മീറ്റർ. ഇതിൻ്റെ ഉയരം 1.2 മീറ്റർ. ഇനി സ്റ്റെപ്പ് ഉണ്ട് അല്ലേ. സ്റ്റെപ്പിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ നീളം 1.3 മീറ്ററാണ് അല്ലേ. അത് സ്റ്റെപ്പിൻ്റെ പ്ലാനിൽ കൊടുക്കും. ഇനി അതിൻ്റെ ഉയരം എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഉയരം അറിയണതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 15 + 15 + 15 ടോട്ടൽ 45 ആയിരിക്കും അതിൻ്റെ ഉയരം കിട്ടും. ഓക്കെ, അത് അവിടെ എഴുതാം, 0.45 എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ 0.58 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ 2 ഭാഗമില്ലേ, 2 സൈഡില്ലേ, അതുകൊണ്ടാണ് ഇവിടെ 2 എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, ഫ്രണ്ടും ബാക്കിലും എത്ര വോളുണ്ട്? 2 വോളുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 2 വന്നിട്ടുള്ളത്. ഓക്കെ, സൈഡിലും 2 വോളില്ലേ, അതുകൊണ്ടാണ് ഈ ഭാഗത്ത് 2 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ നീളം കിട്ടണം അല്ലേ. നീളം ഈ 0.75 ആണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് 0.75 വന്നിട്ടുള്ളത് നോക്കുക. ഇതിൽ നമ്മുടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 25, 25, 25 ടോട്ടൽ 3 25 ചെയ്യുമ്പോൾ 75, അതാണ് അതിൻ്റെ നീളം വന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിന് എത്ര വരും? 50 വരും. മൂന്നാമത്തെ സ്റ്റെപ്പിന് എത്ര വരും? 25 വരും. ഓക്കെ, അതിന് ഡൗട്ടില്ലല്ലോ. അതുകൊണ്ടാണ് 0.75, 0.5, 0.25 എന്ന് വന്നത്. അതിൻ്റെ ഉയരം ഓരോന്നിൻ്റെയും 0.15 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഫ്രണ്ടിലെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ബാക്കിലെ സ്റ്റെപ്പാണ്. ബാക്കിലെ സ്റ്റെപ്പിൻ്റെ നീളം 1.3, ഉയരം എത്ര വരും? ഇതേപോലെ തന്നെ 0.45 വരും. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ നീളം ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ 2 സൈഡും ചെയ്യണം, അതുകൊണ്ടാണ് 2 എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ നീളം 0.5 ആണ്. എങ്ങനെ വന്നു 0.5? 2 25 25 ചെയ്യുമ്പോൾ 50, അപ്പോൾ അത് 0.5 മീറ്റർ. അതിൻ്റെ ഉയരം 0.15 ആണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ 0.25, ഉയരം 0.15. ഓക്കെ, ഇതൊക്കെ കൂടെ ആഡ് ചെയ്യുമ്പം ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടത്. ഒക്കെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 118.485 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ടോട്ടൽ. ഇതിൻ്റെ മാത്രം ടോട്ടൽ. പിന്നെ നേരത്തെ ചെയ്ത ഇൻസൈഡിൻ്റെ വാളിൻ്റെ 143.1, അതും കൂടെ കൂട്ടിയാൽ 261.28 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ടോട്ടൽ പ്ലാസ്റ്റർ ചെയ്യാൻ. ഇൻസൈഡിലും ഔട്ട്സൈഡിലും പിന്നെ അതേപോലെ തന്നെ പാരപ്പറ്റ് വാളിൻ്റെ സൈഡിലും പിന്നെ ഫ്രണ്ടിലും ബാക്കിലും പിന്നെ സ്റ്റെപ്പുകളുടെ സൈഡിലും ബാക്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 261.28 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഭാഗങ്ങളൊന്നും അധികം പ്ലാസ്റ്റർ ചെയ്യാൻ ചോദിക്കാറില്ല. ഇൻസൈഡ് ചോദിക്കാറുണ്ട്, ഔട്ട്സൈഡും പിന്നെ അതേപോലെ തന്നെ പാരപ്പറ്റ് വാളിൻ്റെയും. അത്രയും ഭാഗം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും. ബാക്കിയൊന്നും മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇത്രയും ഭാഗത്ത് എല്ലായിടത്തും പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ഡോറും വിൻഡോയും കൊടുക്കുന്ന ഭാഗത്തൊന്നും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാറില്ല. അത് ഇതൊന്ന് കുറയ്ക്കണം അല്ലേ, ഡിഡക്റ്റ് ചെയ്യണം. സോ ഡിഡക്ഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. ഡിഡക്ഷൻ ഹെഡിങ് കൊടുത്തിട്ട് ഡോർ എഴുതുക. ഡോർ D1, D2, വിൻഡോസൊക്കെ കൊടുക്കുക, വെൻറ്റിലേറ്റേഴ്സും കൊടുക്കുക. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് സ്പെസിഫിക്കേഷനിൽ നോക്കി അറിയാലോ, ഉയരം സ്പെസിഫിക്കേഷൻ നോക്കി അറിയാലോ. നമ്മൾ പിന്നെ ബ്രിക്ക് മേസൺറിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഡോറ് D1 ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്. അതിൻ്റെ സൈസ് 90 × 200 ആണ്. അതുകൊണ്ടാണ് 0.9 ഇവിടെ വന്നു. ഉയരം ഇവിടെ 2 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടെ ഗുണിച്ചാൽ 3.6 മീറ്റർ സ്ക്വയർ കിട്ടും. അങ്ങനെ ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18.12 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും.
ഈ ടോട്ടൽ ഇതിൽ നിന്ന് 261.126 നിന്നും നമ്മൾ എന്ത് കുറച്ച് കഴിഞ്ഞാൽ ഈ 18.12 കുറച്ച് കഴിഞ്ഞാൽ 243.16 മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ പ്ലാസ്റ്ററിങ് സിമ്പിളാണ്. ഈ ഒരു ഇൻസൈഡ് പ്ലാസ്റ്ററിങ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിയാം. ചുറ്റളവ് അറിഞ്ഞാൽ മാത്രം മതി, ഉയരത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങിൽ മൊത്തം ചുറ്റളവ് കാണാം. ഓക്കെ. പിന്നെ ഈ പാരപ്പറ്റ് വാളിൻ്റെയും അറിഞ്ഞിരിക്കുക, നിർബന്ധമായിട്ടും പാരപ്പറ്റ് വാളിൻ്റെയും അറിഞ്ഞിരിക്കുക. ഇത്രയും ഭാഗം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ബാക്കി ഇത്രയും പോർഷൻ പിന്നെ ഡിഡക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മുടെ ആ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോ ആണിത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.